നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. നമ്മുടെ തിരഞ്ഞെടുപ്പ് 6ാം ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇസ് ബാർ 400 പാർ എന്ന മുദ്രാവാക്യവുമായാണ് NDA തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഏതാണ്ട് തെരഞ്ഞെടുപ്പ് ഏറെക്കുറെ തീരാറാകുമ്പോൾ NDAയിൽ ആ ആത്മവിശ്വാസം ഉണ്ടോ? ഇന്ത്യ മുന്നണി കരുത്താർജിക്കുന്നുണ്ടോ എന്നീ ചോദ്യങ്ങളാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. 6ാം ഘട്ടത്തിൽ ആധിപത്യം ആർക്ക്? എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. പൊതുവേദിയുടെ ആദ്യ കോളർ ഇന്ന് TK രവിചന്ദ്രൻ പിള്ളയാണ്. സ്വാഗതം ശ്രീ TK രവിചന്ദ്രൻ പിള്ള. താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രീതി കണ്ട്? കുറേ കാലം അല്ലെങ്കിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആയിരുന്നല്ലോ. ആ തുടക്കത്തിലെ ആത്മവിശ്വാസം NDAക്കുണ്ടോ? ഇന്ത്യ മുന്നണി ആത്മവിശ്വാസം ഇപ്പോൾ വർദ്ധിച്ചു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? സ്വാഗതം. യെസ്, നന്ദി. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയിലെ രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ പോകുന്ന ഇന്ത്യ മുന്നണി 100% ആത്മവിശ്വാസമാണ്. കാരണം അതിന്റെ ഒരു ഉദാഹരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല വേദികളിലും പല രീതിയിലാണ് സംസാരിക്കുന്ന പല രാഷ്ട്രീയ പൊതുവേദി. കാരണം അതിന്റെ ഒരു ഉദാഹരണമാണ്. കാരണം പറയാ ഇന്ത്യയിൽ BJP അധികാരത്തിൽ വന്ന ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം നമുക്ക് കൈനഷ്ടപ്പെട്ടു പോകും. അതിന്റെ ഉദാഹരണം എന്ന് പറയാൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ്. എല്ലാ മതങ്ങളും ഉണ്ട്, എല്ലാ ജാതിക്കാരും ഉണ്ട്. കോൺഗ്രസ് പക്ഷേ 10 വർഷം അവരായിരുന്നില്ലേ ഭരിക്കുന്നത്? ഇനി കൈവിട്ടു പോകുമെന്ന് പറഞ്ഞാൽ അവരല്ലേ 10 വർഷം ഭരിച്ചത്. അപ്പൊ കൈവിട്ടു പോയിട്ടില്ലല്ലോ. അതിന്റെ ഉദാഹരണമാണല്ലോ നമ്മളെ മണിപ്പൂരിൽ ഉദാഹരണം. കോൺഗ്രസ് ഇന്ത്യയിൽ മണിപ്പൂരിലുള്ളത് എത്രയോ കാലങ്ങളായി നീണ്ടു നിൽക്കുന്ന 2 ഗോത്രങ്ങൾ തമ്മിലുള്ള ഒരു തർക്കമല്ലേ? അത് BJPയുമായിട്ട് വല്ല ബന്ധമുണ്ടോ അതിന്? കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനം ഇന്ത്യയിൽ നേതൃത്വം കൊടുത്ത കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നപ്പോ ഇന്ത്യയിലെ ഈ എല്ലാ സ്റ്റേറ്റിലും ഗവർണർമാർ ഇടപെട്ടിട്ടുണ്ടോ? ഗവർണർമാര് എന്തെങ്കിലും രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ? അതെന്ന് പറഞ്ഞാൽ ഇന്ത്യയില് കോൺഗ്രസിനെ കൊണ്ട് ഇന്ത്യ മഹാരാജ്യം ഭരിക്കാനൊക്കത്തോള്. അത് ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഞാൻ മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. ഉണ്ണികൃഷ്ണൻ ചേരുന്നത് കണ്ണൂരിൽ നിന്നാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, കണ്ണൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂരിൽ ചെറുപുഴ എന്നാണ് സർ. ചെറുപുഴ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കാസർഗോഡിന്റെ അതിർത്തിയായി അല്ലേ? അതെ അതെ. അവിടുന്ന് നിരവധി പ്രേക്ഷകർ പൊതുവേദിയിലേക്ക് വിളിക്കാറുണ്ട്. ഏതായാലും ശ്രീ ഉണ്ണികൃഷ്ണന് എന്തു തോന്നുന്നു ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ നോക്കിക്കാണുമ്പോൾ? എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കഴിയുന്നതോടുകൂടി, ഈ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുന്നതോടുകൂടി ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണി തന്നെ ഉണ്ടാവുകയില്ല. അത് ശരി. വ്യക്തമായും ശക്തമായും NDA അധികാരത്തിൽ തുടരുക തന്നെ ചെയ്യും. അപ്പം പക്ഷെ അവരുടെ മുന്നണി ഉണ്ടാവില്ലേ? കോൺഗ്രസ് എല്ലായിടത്തും തോൽക്കൊന്നുമില്ലല്ലോ. അല്ല, ഇത് ഒരു കൃത്രിമ മുന്നണിയല്ലേ? നേരത്തെ പരസ്പരം പടവെട്ടുന്ന കക്ഷികളുടേതായ മുന്നണിയിലൊക്കെ അങ്ങനെയാണെങ്കിൽ മുന്നണിയിലെ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണെങ്കിൽ പിന്നെ മുന്നണി ആവശ്യമില്ലല്ലോ. ഒരു പാർട്ടി ആയിരുന്നാൽ പോലെ. ഇപ്പൊ NDA മുന്നണിയിലും അഭിപ്രായ വ്യത്യാസങ്ങളില്ലേ? ഇപ്പോൾ ന്യൂനപക്ഷ സംവരണത്തെ കുറിച്ച് TDPയുടെ അഭിപ്രായമല്ല BJPക്കുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ അവർ 2 പാർട്ടിയായി നിൽക്കുകയും ഒരു മുന്നണിയായി നിൽക്കേണ്ടതും വരുന്നത്. അപ്പോൾ മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. അങ്ങനെയല്ല സാർ, ഒരു നയപരിപാടികളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ, തെരഞ്ഞെടുപ്പിന് മുമ്പ് രൂപപ്പെടുത്തിയ ഒരു മുന്നണിയും ഈ പെട്ടെന്ന് അധികാരത്തിന് വേണ്ടി തട്ടിക്കൂട്ടിയ ഒരു ഉഡായിപ്പ് മുന്നണിയും തമ്മിലുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. താങ്കൾ പറയുന്നത് തട്ടിക്കൂട്ടി ഒരു ഉഡായിപ്പാണെന്നാണ് പറയുന്നത്. ഇന്ത്യ മുന്നണി ഉഡായിപ്പ് മുന്നണിയാകും. 4-ാം തീയതി കഴിയുന്നതോടുകൂടി ആ മുന്നണി പഞ്ഞിക്ക പൊട്ടുന്ന പോലെ പൊട്ടിച്ചതറും. പൊളിഞ്ഞ് പാളീസാകും എന്നാണ് താങ്കൾ പറയുന്നത്. പാളീസാവും, ഇല്ലാതാവും. മുന്നണി ഉണ്ടാവില്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാധാകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ ചാത്തന്നൂരിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണന് എന്ത് തോന്നുന്നു? ഈ മുന്നണി സംവിധാനത്തിൽ എന്തെങ്കിലും പാളിച്ചയാണോ അതോ ഇന്ത്യ മുന്നണി കൂടുതൽ കരുത്താർജിക്കുകയാണോ? തീർച്ചയായും ഇന്ത്യ മഹാരാജ്യത്ത് കൃത്യമായ ജനാധിപത്യ സംവിധാനം പുലരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്കെല്ലാം അറിയാം. അതിൽ ഒരു മുന്നണിക്ക് നിശ്ചിത കാലഘട്ടത്തിൽ ഭരണത്തിലുള്ള അവസരം ഇന്ത്യയിലെ ജനങ്ങൾ കൊടുക്കും. അതിന്റെ ഉദാഹരണമാണ് 10 വർഷം UPA സർക്കാരിന് ഇന്ത്യയിലെ ജനങ്ങൾ
അവസരം നൽകിയത്. എന്നാൽ UPA സർക്കാർ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രതീക്ഷയോടെയാണ് BJP അധികാരത്തിലേറ്റിയത്. എന്നാൽ 10 വർഷക്കാലം കൊണ്ട് BJP ചില ഗിമ്മിക്കുകൾ കാണിച്ചു എന്നുള്ളതല്ലാതെ അതിനുള്ളിലെ പൊള്ളത്തരം കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കി. ഇന്ത്യ കണ്ടതിൽ അപ്പൊ ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞത് UPA സർക്കാർ കൊള്ളാത്തതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി NDA ഏൽപ്പിച്ചത്. NDA കൊള്ളാതിരുന്നാൽ പിന്നെ വീണ്ടും ഇന്ത്യ മുന്നണിയെ തന്നെ ഏൽപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ എങ്ങനെയാണ് അത് വഴി നൽകുന്നത്? ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെയാണല്ലോ, എല്ലാ കാലവും ഭരണമാറ്റം വരും. കുറെ കാലം കഴിയുമ്പോഴേക്കും ജനങ്ങൾക്ക് നിരാശ തോന്നും, വീണ്ടും പഴയ ആൾക്കാർ തന്നെ വരും, ഒരു കുറു മുന്നണി ഉണ്ടാക്കും, ഇന്ത്യ ഭരിക്കും. അല്ലാതെ ജനങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ പിന്നെ രാഷ്ട്രീയ പാർട്ടിക്ക് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും വോട്ട് ചെയ്യുന്നത്. പക്ഷേ BJP മുന്നണി ഈ കഴിഞ്ഞ 10 വർഷവും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറം ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് 2ാം ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ഒരു പ്രധാനമന്ത്രിക്ക് നിരക്കാത്ത ലാംഗ്വേജാണ് അദ്ദേഹം സംഭാഷണത്തിൽ ഉപയോഗിച്ചത്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി പോയിട്ടൊരു പഞ്ചായത്ത് മെമ്പർ പോലും സംസാരിക്കുവാൻ തയ്യാറാകാത്ത തരത്തിൽ മ്ലേച്ഛമായ പ്രയോഗങ്ങളാണ് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി 2ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയം മണത്തുകൊണ്ട് അത്രത്തോളം ഒരു നിലവാരത്തിന് നിരക്കാത്ത രീതിയിലാണ് അദ്ദേഹം പ്രസ്താവനകൾ ഇന്ത്യയിൽ ഇറക്കുന്നത്. താങ്കൾ കരുതുന്നത് ഇത് പരാജയ ഭീതിയാണ് NDAക്കുള്ളിൽ ഉള്ളത് എന്നാണ്. ഏതായാലും വളരെ നന്ദി. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. സുരേന്ദ്രൻ വിളിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ സുരേന്ദ്രന് എന്ത് തോന്നുന്നു? ഇന്ത്യ മുന്നണി ഒരു അവിയൽ മുന്നണിയാണോ? നമസ്കാരം സാറേ. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ നരേന്ദ്രമോദി NDA മുന്നണി ആദ്യം മുന്നോട്ട് വെച്ച് 400 സീറ്റാണ്. പക്ഷെ തുടക്കത്തിലുണ്ടായ കളൊക്കെ മാറി ഇപ്പോ ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം വരികയും NDA മുന്നണിക്ക് ആത്മവിശ്വാസം കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം എന്തുകൊണ്ടാന്ന് പറയാം. കർണാടക പോലുള്ളൊരു സംസ്ഥാനത്ത് അവർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ സീറ്റ് കിട്ടാൻ പോകുന്നില്ല. ബീഹാർ, ഹരിയാന, പഞ്ചാബ്, ഡൽഹി ഈ വക സംസ്ഥാനങ്ങളിലൊന്നും പഞ്ചാബിലൊക്കെ 2 സീറ്റേ ഉള്ളൂ. അവിടെ ഇനിയിപ്പോ കൂടാനാണ് ഗുരുദാസ്പൂരിൽ ആണ് ഒരു സീറ്റ്. നമ്മുടെ ബീഹാർ മഹാരാഷ്ട്ര സഖ്യം ശക്തമല്ലേ? JDU ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവർക്ക് ഭയക്കാനൊന്നും ഇല്ലെന്നാണ് അവിടുന്ന് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ സീറ്റ് നിലനിർത്താം. ഇത്രയും വലിയ ഉത്തർപ്രദേശ് വരെ അവർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ സീറ്റ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ആ സീറ്റ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് BJPക്ക് വലിയൊരു പാടുപാടേണ്ട വരും. അല്ലെങ്കിൽ ആരെങ്കിലും അടർത്തിയെടുക്കേണ്ടി വരും ഇതിന് ശേഷം. എനിക്ക് തോന്നുന്നത് ഒരു നെക്ക് ടു നെക്കിൽ വരാനുള്ള ചാൻസ് ആണ് കൂടുതൽ. NDA മുന്നണിയുടെ ആത്മവിശ്വാസം കുറഞ്ഞു വരികയും ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം കൂടുന്നു എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്. വളരെ വ്യക്തം. മോഹൻദാസ് എന്നൊരു പ്രേക്ഷകൻ ആലത്തൂരിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ മോഹൻദാസ്, അങ്ങനെ NDAയുടെ ആത്മവിശ്വാസം കുറഞ്ഞു എന്ന് പറയാൻ ആകുമോ? അവർക്ക് ആത്മവിശ്വാസം നഷ്ടമായോ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പിന്നെ ഈ 2 മുന്നണികളുടെ ആത്മവിശ്വാസം വാനോളം ഉയർന്നിട്ടായിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾക്ക് ഈ 2 മുന്നണികളെയും വിശ്വാസമില്ലാന്നോ, അതാണ് സത്യം. പിന്നെ അതിന് പുറത്ത് മറ്റേ ഒരാള് 400 ബാർ, വേറെ ആള് 300 ബാർ അതും പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഒരു സ്വപ്നം തന്നെ ആയിരിക്കുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇത് 4-ാം തീയതി കഴിയുമ്പോൾ എത്ര കുതികൾ വിട്ടും കുതിര കച്ചവടം ഇതൊക്കെ നടക്കും, റിസോർട്ട് രാഷ്ട്രീയം ഉണ്ടാവും എന്നൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് ഉണ്ടാവുള്ളൂ. അതാണ് ഇപ്പൊ നടക്കാൻ പോകുന്ന സംഭവം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഡേവിഡ് വിജയ് എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. ശ്രീ ഡേവിഡ് വിജയ്, കുറച്ചു കാലമായി എന്ന് തോന്നുന്നു അല്ലേ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്? ഞാൻ ഇല്ലാത്തത് കൊണ്ടാണോ? ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ മാത്രമേ ഞാൻ വിളിക്കാറുള്ളൂ. ശരി. പിന്നെ ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആണ് അല്ലേ? ഡെഫിനറ്റ്ലി. ഞാനിവിടെ അല്ലേ ഇരിക്കുന്നത് ഇപ്പം. ഇപ്പൊ എവിടെയുള്ളത്? ജാംനഗറിൽ തന്നെ. ജാംനഗറിലാണ്. ജാംനഗറിൽ ഇരുന്നുകൊണ്ട് പൊതുവേദി കാണുകയും ഇങ്ങോട്ട് വിളിക്കുകയും ചെയ്തതിൽ വളരെ സന്തോഷം. മുമ്പും വിളിച്ചിട്ടുണ്ട്. ഞാനിവിടെ പലവരും അവിടെ നിന്ന് വിളിച്ചു പറയുന്നവർ അവിടെ കേരളത്തിൽ ഈ വാട്സപ്പ് മെസ്സേജുകളും മറ്റുള്ളതും ഒക്കെ കണ്ടുകൊണ്ടാണ് വിളിക്കുന്നത്. അവർക്ക് ആധികാരികമായിട്ട് എന്താ നടക്കുന്നതെന്നൊന്നും അറിഞ്ഞുകൂടാ. കാരണം BJPയുടെ NDA അതിന്റെ സ്റ്റാറ്റസ് വളരെ കൺഫേംഡ് ആണ്. ഏതാണ്ട് യെസ്റ്റർഡേസ് റിപ്പോർട്ട് അനുസരിച്ച് വരയ്ക്ക് ഏതാണ്ട് പലരും പറയുന്നത് ആന്ധ്രാപ്രദേശിന്, അതായത് കോസ്റ്റൽ ആന്ധ്ര, ഞാൻ അവിടെ ഇരുന്നിരുന്ന ഏരിയ മാനേജർ, തെലങ്കാന ഒഴിച്ചുള്ള സ്ഥലം, രായലസീമ ഇപ്പുറം കോസ്റ്റൽ ആന്ധ്ര, രാജശേഖർ റെഡ്ഡി ഒക്കെ ഇരിക്കുന്ന എന്താണ് അവന്റെ മകൻ ഇരിക്കുന്ന സ്ഥലം, അവിടെയൊക്കെ ലോക്കൽ ഇഷ്യൂസ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അവര് കുറെ പേര് ജയിക്കും, അവർ NDAയോടൊപ്പം വരികയും ചെയ്യും. അങ്ങനത്തെ ഒരു പാർട്ടീസാണ്. അതുകൊണ്ട് ഈ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞതിന് യാതൊരു ചാൻസും ഇപ്പൊ കാണുന്നില്ല. പിന്നെ കുറെ പേര് സമാശ്വസിക്കുകയാണ്.
കാരണം കേരളത്തിൽ അവരുടെ വേണ്ടപ്പെട്ട കാൻഡിഡേറ്റ്സിനെ ഒക്കെ ജയിപ്പിക്കാൻ വേണ്ടി ഈ വാട്സപ്പ് മെസ്സേജുകളും മറ്റതും ഒക്കെ നടത്തി അതെ അവിടെ പോയി ഇത് പഴയ ആത്മവിശ്വാസം ഇല്ല എന്നൊക്കെ പറഞ്ഞുണ്ട്. എവിടെ മറ്റവർക്ക് എവിടെ ആത്മവിശ്വാസം ഉള്ളത്? ബീഹാറിലെ RJDയുടെ എന്താ അതിന്റെ പേര്, ലാലു പ്രസാദിന്റെ കക്ഷിയും കോൺഗ്രസും ഇലക്ഷന് മുമ്പേ രണ്ടു കൂട്ടരും തമ്മിൽ ഇലക്ഷന് മുമ്പേ തല്ലി തുടങ്ങി. അപ്പോഴേ അന്ന് നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു ഇത് ഇപ്പോഴേ തല്ലി തുടങ്ങിയാൽ അധികാരത്തിൽ കയറിയാൽ എന്തായിരിക്കും ശക്തി, എന്തായിരിക്കും അടി എന്നുള്ളത്. അതുകൊണ്ട് there is no doubt NDA വരുന്നുള്ളത്. ഏതായാലും വളരെ വ്യക്തമാണ്. അവിടെ നിന്ന് പൊതുവേദി കാണുകയും വിളിക്കുകയും ചെയ്തതിലുള്ള അതിയായ സന്തോഷവും ഒക്കെ അറിയിക്കുകയും ചെയ്യുന്നു. അൽത്താഫ് വിളിക്കുന്നത് എരുമേലിയിൽ നിന്നാണ്. ശ്രീ അൽത്താഫിന് എന്ത് തോന്നുന്നു? നമ്മുടെ ഈ കേരളത്തിലുള്ള ഒരു ചിന്താഗതിയാണോ ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം കൂടി എന്നത്, അതോ അത് ഉത്തരേന്ത്യയിലെ ആളുകൾക്ക് അങ്ങനെ ഇല്ലേ? സാർ ഇപ്പൊ വിളിച്ചൊരു കോളർ പറഞ്ഞത് അദ്ദേഹം എന്താണ് രാംനഗറോ അവിടെ നിന്നാണ് വിളിക്കുന്നതെന്ന് പറയുന്നത്. ഞാനിപ്പോ വിളിക്കുന്നത് പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്നാണ്. ഇവിടെ ആര് ജയിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം പത്തനംതിട്ട മണ്ഡലത്തിൽ വോട്ടെണ്ണി ജൂൺ 4-ാം തീയതി മാത്രമാണ് ആരാണ് ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിക്കുമെന്ന് പറയാൻ പറ്റും. നമ്മൾ കേരളത്തിലാണ് നിൽക്കുന്നത്. 20 മണ്ഡലത്തിൽ എത്ര മണ്ഡലം UDF-ന്, എത്ര മണ്ഡലം LDF-ന് നമുക്കിപ്പോ ഇവിടെ നിന്ന് പറയാൻ പറ്റും. ജാംനഗറിൽ നിന്ന് വിളിച്ചിട്ട് ഇപ്പൊ ഇന്ത്യ മുന്നണി ഇന്ത്യയിലെ മൊത്തം കാര്യം നമുക്ക് അവിടെ നിന്ന് പറയാൻ പറ്റും. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. എനിക്ക് ഇച്ചിരി സമയം തന്നെ സാർ. ഇതിനകത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യം നമ്മൾ ആദ്യം തന്നെ ചർച്ച ചെയ്യണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുപോലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ എത്രത്തോളം ചത്ത പോലൊരു നിർജീവമായ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഈ മോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ BJP-യുടെ നേതാവ് എന്തൊക്കെ രീതിയിലുള്ള വർഗീയതകൾ ഈ രാജ്യത്ത് മൊത്തം ഛർദ്ദിച്ചു വെച്ചിരിക്കുകയാണ്. രാജ്യമാകെ മലീനസമായിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ മേഖലയാകെ ശക്തമായ നിർദ്ദേശം കൊടുത്തിരിക്കുകയല്ലേ ഇത്തരം ശക്തമായ നിർദ്ദേശമാണ് സാർ. എന്ത് ശക്തമായ നിർദ്ദേശമാണ് അത്? കോൺഗ്രസിനും മല്ലികാർജ്ജുൻ ഖാർഗെക്കും നദ്ദയ്ക്കും വേണ്ടി ഒരേ നോട്ടീസ്, രണ്ടുപേർക്ക് ഒരു കോമൺ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണോ സാധാരണ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടത്? മോദിയുടെ കീഴിൽ BJP-യുടെ കീഴിൽ വിലക്കെടുത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പിന്നെ ഇവരുടെ പിന്നിലുള്ള ഈ ആത്മവിശ്വാസം 400+ എന്ന് പറയുന്ന ആത്മവിശ്വാസത്തിന് വലിയ രീതിയിൽ കോട്ടം തട്ടിയിട്ടുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം വന്നു കഴിയുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ ശക്തിയായിട്ടുള്ള നേതാക്കൾ വന്നിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാൾ AAP, അഖിലേഷ് യാദവ് SP, പിന്നെ ഈ തേജസ്വി യാദവ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒരു സീറ്റ് ജയിച്ച ആളാ കേട്ടോ. അതാണ് പറഞ്ഞത്. ഇത്തവണ ഡൽഹിയിൽ ആ ഫലം ഇത്തവണ ഡൽഹിയിൽ ആവർത്തിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിജയിക്കാനായിട്ട് എന്തൊക്കെ തരത്തിലുള്ള വിഷങ്ങളാണ് ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി രാജ്യത്ത് വിധിച്ചിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇതിങ്ങനെയൊക്കെ പറയുന്നു എന്ന് വെച്ച് അദ്ദേഹം ദീർഘകാലാടിസ്ഥാനത്തിൽ എന്തൊക്കെ ദോഷമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെ ബാധിക്കുന്നതല്ലേ ഇതൊക്കെ? ഇങ്ങനെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ടാണ് ജയിക്കുന്നത്. ഇപ്പൊ UP-യിൽ 62 സീറ്റ് കഴിഞ്ഞ തവണ ലഭിച്ചു. അത് ഇത്തവണ കിട്ടുമെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? SP-യും അവരുടെ ആത്മവിശ്വാസം നേരെ തിരിച്ചാ കേട്ടോ. അവിടെ ഈ ജന്മഭൂമി വിഷയമൊക്കെ ജനങ്ങളുടെ ഇടയിൽ വലിയ ഓളം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ഏതായാലും നമുക്ക് ഒരു പരിധിയുണ്ട്. വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ആ പരിധി ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് ഇത് അലോസരമായി തോന്നും. ഒരു പരിധിക്കപ്പുറം ഇത് ഒരു കാരണവശാലും വിജയിക്കാൻ പോകുന്നില്ല. ഏതായാലും മറ്റൊരാൾ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. അൽത്താഫിന്റെ അഭിപ്രായം വ്യക്തമാണ്. ധനപാലൻ വിളിക്കുന്നത് നെയ്യാറ്റിൻകരയിൽ നിന്നാണ്. ശ്രീ ധനപാലൻ, ഈ ധനപാലന് എന്ത് തോന്നുന്നു? നമ്മുടെ NDAക്ക് കരുത്തുണ്ടോ? കേരളത്തിൽ എന്താണ് ഒരു സാധ്യത എന്നാണ് ശ്രീ ധനപാലൻ ധരിക്കുന്നത്? സാറേ നമസ്കാരം. കേരളത്തിൽ ഏതാണ്ട് 20 സീറ്റിൽ 10-ൽ കൂടുതൽ സീറ്റ് LDF പിടിക്കുമെന്നുള്ളിടത്താണ്. അതേപോലെ കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ യാതൊരു കാരണവശാലും ഒരു പാർട്ടിയും ഭൂരിപക്ഷത്തില് മൃഗീയ ഭൂരിപക്ഷത്തെ ജയിച്ച് ഒറ്റ പാർട്ടി അധികാരത്തിൽ വരില്ല ഇപ്രാവശ്യം. ഏതായാലും ഇടതുപക്ഷ മുന്നണിയുടെ പിന്തുണയില്ലാതെ ഒരു പാർട്ടിയും കേന്ദ്രത്തിൽ ഇപ്രാവശ്യം ഭരണത്തിൽ വരികില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഭാസ്കരൻ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട് എറണാകുളത്ത് നിന്ന്. ശ്രീ ഭാസ്കരന് എന്ത് തോന്നുന്നു? ശ്രീ ഭാസ്കരൻ, രാജ്യവ്യാപകമായ ഒരു തെരഞ്ഞെടുപ്പ്, നമുക്കൊക്കെ പത്രങ്ങളിലും വാർത്തകളിലും ആളുകളിൽ നിന്നൊക്കെ കിട്ടുന്ന അഭിപ്രായങ്ങളിൽ നിന്നുമാണ് നമ്മൾ ഒരു നിഗമനത്തിലെത്തുന്നത്. എങ്കിലും ശ്രീ ഭാസ്കരന് എന്ത് തോന്നുന്നു അങ്ങനെ ആളുകളൊക്കെ സംവദിക്കുമ്പോൾ? ഇന്ത്യ സഖ്യത്തിന്റെ കാഴ്ചപ്പാടിൽ കേരളം വേറൊരു രാജ്യമാണ്. കാരണം കേരളത്തിന് പുറത്ത് അവർ തമ്മിൽ സഹകരിച്ച് മത്സരിക്കുകയും കേരളത്തിൽ മാത്രം തമ്മിൽ മത്സരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഒന്നുള്ളത്. പിന്നെ കോൺഗ്രസ് ഭരണത്തിൽ കേരളത്തിൽ മാത്രമല്ല, ഇപ്പൊ പഞ്ചാബിൽ കോൺഗ്രസും ആപ്പും രണ്ടായിട്ടാണ് മത്സരിക്കുന്നത്. അവർ ഇന്ത്യ കേരളത്തിൽ തമ്മിലാണ് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടി മാത്രമായിട്ടാണ് മത്സരിക്കുന്നത്. അല്ല, അതേപോലെ തന്നെയാണ് അവിടെ പഞ്ചാബിലും ഇന്ത്യ മുന്നണിയിലെ 2 ഘടകകക്ഷികളാണല്ലോ കോൺഗ്രസും ആപ്പും. അവര് തമ്മിലാണ് അവിടെ മത്സരം. ഇന്ത്യ ഒരു ഒറ്റ രാജ്യമായിട്ട് അവർ കാണുന്നില്ല, പല രാജ്യങ്ങളായിട്ടാണ് കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കോൺഗ്രസ് ഭരണത്തിൽ വന്നാല് ഇന്ന് ആസാദ് കാശ്മീർ ഉള്ളത് പോലെ പല രാജ്യങ്ങളായിട്ട് നമ്മൾ വിഭജിക്കാൻ പോകൂലേ? ആസാദ് കാശ്മീർ എന്നുള്ള പ്രയോഗം തന്നെ നമ്മള്
ശ്രീ ഭാസ്കരൻ, ആസാദ് കാശ്മീർ എന്നുള്ള പ്രയോഗം തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ, ഇന്ത്യയുടെ കാശ്മീരാണത്. ഇന്ത്യയുടെ കാശ്മീരാണ്. അത് എന്തുകൊണ്ട് കോൺഗ്രസ് ഭരിച്ചതുകൊണ്ടല്ലേ ആസാദ് കാശ്മീറായിട്ട് ഇപ്പൊ വിളിക്കേണ്ടി വരുന്നത്? അത് നമ്മളാരും വിളിക്കില്ല. അങ്ങനെ ഒരു ഇന്ത്യക്കാരനും ഒരു ആത്മാഭിമാനമുള്ള ഒരു ഇന്ത്യക്കാരനും അതിനെ ആസാദ് കാശ്മീർ എന്ന് വിളിക്കില്ല. അത് ഇന്ത്യയുടെ മണ്ണാണ്, ഇന്ത്യക്ക് അവകാശപ്പെട്ട മണ്ണാണ്, അത് കയ്യേറിയ മണ്ണാണ്. ആ മണ്ണ് തിരിച്ചു കിട്ടാനുള്ള പോരാട്ടമാണ് ഈ രാജ്യം നടത്തേണ്ടത്. യുദ്ധം ആഗ്രഹിക്കുകയല്ല എങ്കിലും നടക്കണത്. ഇപ്പൊ 370 വകുപ്പ് ചെയ്തത് മോദി ഗവൺമെന്റ് അല്ലേ? അതെന്തുകൊണ്ട് കോൺഗ്രസ് അന്ന് ചെയ്തില്ല? അത് തന്നെ സംഭവിക്കും. കോൺഗ്രസ് ഇനി ഭരണത്തിൽ വന്നാൽ പല കില്ല ചിഹ്നമായിട്ട് പോകുന്ന രീതിയിലേക്ക് വരും. അതുകൊണ്ട് ഒരിക്കലും NDA അല്ലാതെ ഇന്ത്യ സഖ്യം ഭരണത്തിൽ വരണ്ട. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും തെരഞ്ഞെടുപ്പ് അതിൻ്റെ 6ാം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. 8 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായ 58 ഇടത്താണ് 6ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പാലക്കാട് നിന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്, ശ്രീ ജമാൽ. ശ്രീ ജമാൽ ഇടയ്ക്ക് നമ്മുടെ പൊതുവേദിയിലേക്ക് വിളിക്കുന്ന ഒരാളാണ്, എനിക്കറിയാം. ശ്രീ ജമാലിൻ്റെ പക്ഷേ വീട് പാലക്കാട് എവിടെയാണെന്ന് ഞാൻ ചോദിച്ചില്ല. ശ്രീ ജമാൽ കേൾക്കാമോ? ശ്രീ ജമാലിന്റെ വീട് എവിടെയാണ് പാലക്കാട്? പാലക്കാട് നെന്മാറ നിയോജക മണ്ഡലമാണ്. നെന്മാറയിലാണ്. ശരി. നെന്മാറ വളരെ പ്രശസ്തമായ ഉത്സവത്തിൻ്റെയൊക്കെ നാടാണ്, മനോഹരമായ സ്ഥലമാണ്, കൃഷിക്കാർ ധാരാളമുള്ള സ്ഥലമാണ് അല്ലേ? ശ്രീ ജമാലിന് എന്ത് തോന്നുന്നു, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം ഈ പ്രതീക്ഷിച്ചതുപോലെ ഉണ്ടാകുമോ? NDAക്കും ഇന്ത്യ മുന്നണിക്കും ആർക്ക് അത് ഗുണം ചെയ്യും എന്നാണ് ശ്രീ ജമാൽ കരുതുന്നത്? അതായത് 6ാം ഘട്ടം മുതൽ മാത്രമല്ല, 1ാം ഘട്ടം മുതൽ തന്നെ NDA മുന്നണി പരാജയം മണത്തു തുടങ്ങി. അതിന്റെ മകുടോദാഹരണമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരു മതവിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം. ഇപ്പോ പ്രധാനമന്ത്രി ഇപ്പൊ ഇന്ന് ഞാൻ ന്യൂസ് 8ന്റെ ഒരു ഇത് നോക്കിയപ്പോ ഒരു ടാഗ് കണ്ടു, പ്രധാനമന്ത്രിക്ക് വധഭീഷണി എന്ന്. പ്രധാനമന്ത്രിക്ക് വധഭീഷണി എന്ന് പറയുന്നത് തന്നെ 4 വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള വേറൊരു ഇതാണ് കാണിച്ചു കൂട്ടുന്നത്. എവിടെയൊക്കെ എന്ത് തന്നെയായാലും NDA മുന്നണി ഇപ്രാവശ്യം ഭരണത്തിൽ വരില്ല, ഇന്ത്യ മുന്നണി ഭരണത്തിൽ വരും. അത് വന്നാൽ മാത്രമേ ഇന്ത്യയുടെ ജനാധിപത്യവും അഖണ്ഡതയും ശാന്തിയും സമാധാനവും നിലനിർത്തി പോകാൻ കഴിയുള്ളൂ. ഈ NDA മുന്നണി അധികാരത്തിൽ വന്നാൽ ഇതോടെ തീർന്നു. കാര്യങ്ങളോ അതൊരു വർഗീയ ബാധായിട്ട് മാറും. ശരി, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പ്രദീപ് എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രദീപ്, തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ശ്രീ പ്രദീപ് നഗരത്തിൽ നിന്നാണ്. ശ്രീ പ്രദീപിന് എന്ത് തോന്നുന്നു, ഈ BJP ഇവിടെ തിരുവനന്തപുരത്ത് ജയിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ് ഞാൻ. മൊത്തത്തിൽ BJPയുടെ ഒരു കാര്യവും ഒപ്പം തിരുവനന്തപുരത്തെ ഒരു പ്രകടനവും ശ്രീ പ്രദീപ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാൻ ഈ രാഷ്ട്രീയത്തിലൊന്നും എനിക്ക് അഭിപ്രായം പറയാനോ ആര് ജയിക്കുമെന്നോ ആര് തോൽക്കുമെന്നോ ഏത് മുന്നണി അധികാരത്തിൽ വരുമെന്നോ പറയാനൊന്നും നമ്മൾ ഊഹിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യം, ചിലപ്പോൾ നമ്മൾ പറയുന്നതിൽ നേരെ വിപരീതമായിരിക്കും കാര്യങ്ങൾ വരുന്നത്. അപ്പൊ താങ്കൾക്ക് സുഖമാണോ? കേൾക്കാം കേൾക്കാം കേൾക്കാം. താങ്കൾക്ക് സുഖമാണോ? അതെ അതെ, എനിക്ക് സുഖമാണ്. താങ്കളുടെ ശബ്ദം കേട്ടിട്ട് കുറച്ച് ദിവസമായി, അതുകൊണ്ടാണ് ഞാൻ കുറെ നാളിന് ശേഷമാണ് ഇന്ന് വിളിച്ചത്. പിന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ന്യൂസ് 8നെ കുറച്ച് നാൾ ചർച്ച ചെയ്യാൻ പറ്റും, അതേപോലെ മറ്റു ചാനലുകൾക്കും ചർച്ച ചെയ്യാൻ പറ്റും. ആര് ജയിച്ചാലും തോറ്റാലും നമുക്ക് പ്രത്യേകിച്ച് പിന്നെ ഒരു നേട്ടവും കോട്ടവും ഉണ്ടാവും പോകുന്നില്ല. പിന്നെ കേൾക്കാൻ ഒരു സുഖം, ഇന്ന പാർട്ടി ജയിച്ചു അല്ലെങ്കിൽ ഇന്ന പാർട്ടി പിന്നെ അധികാരത്തിൽ വന്നിട്ടില്ല, ഇത്രയേ ഉള്ളൂ. ശ്രീ പ്രദീപ്, അങ്ങനെ നമുക്ക് കരുതാനാകുമോ? 80% നിരക്ഷരരുള്ളൊരു രാജ്യമായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ. ഇന്ന് നാം എത്രമാത്രം മുന്നേറിയിരിക്കുന്നു. 90% ആളുകളിൽ കാളവണ്ടിയിൽ മാത്രം യാത്ര ചെയ്തൊരു രാജ്യമായിരുന്നു ഇന്ത്യ. നിരവധി നാട്ടുരാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയായിരുന്നു ഇന്ത്യ. ആ ഇന്ത്യ ഇന്നൊരൊറ്റ ഇന്ത്യയായി മാറിയിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകാൻ വെമ്പൽ കൊള്ളുന്നൊരു നാടായി മാറുന്നു. നമ്മളിൽ ശാസ്ത്രവും അതുപോലെ ഒട്ടനവധി മേഖലകളിലുള്ള വികസനവും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുമില്ലാതെ ആര് ജയിച്ചാലും എന്തായാലും ഒന്നും നമുക്ക് കാണേണ്ടതില്ല എന്ന് പറയുന്ന തികഞ്ഞ രാഷ്ട്രീയവാദം അല്ലേ? നമ്മളെ ഭരിക്കേണ്ടത് ആരാണെന്ന് നമ്മൾ
തീരുമാനിക്കേണ്ടേ? എന്തു നയമാണ് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടേ? നമ്മളിന്ന് ശാസ്ത്രലോകത്ത് നേടിയ നേട്ടം, നമ്മുടെ സ്ത്രീകൾ നടത്തിയ മഹത്തായ മുന്നേറ്റം, യുവാക്കൾക്കിടയിലെ വലിയ ആവേശം, ഇതൊക്കെ ഒരു സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഒരു വോട്ടെടുപ്പിൽ മുഖം കാണിക്കാൻ മടിച്ചു നിന്ന സ്ത്രീകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അന്ന് വല്ലാതെ പണിപ്പെട്ടിരുന്നു. അവിടെ നിന്ന് ഇന്നൊരു സൈന്യത്തെ നയിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന സ്ത്രീകളുള്ളൊരു നാടായി ഇന്ത്യ മാറിയിരിക്കുന്നു. യുദ്ധവിമാനങ്ങൾ, പടക്കപ്പലുകൾ നയിക്കുന്നു അവർ. ആ മാറ്റം ഒക്കെ ഉണ്ടായിട്ടും ഒന്നും മാറിയില്ല എന്ന് പറയാനാകുമോ ശ്രീ പ്രദീപ്? ഇതെല്ലാം മാറി, പുതിയ കാര്യങ്ങൾ വന്നു, ഇതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതുപോലും സമ്മതിച്ചു തരാൻ പറ്റുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇല്ലാതായി പോയി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു തോൽവിയായിട്ട് നമ്മൾ കാണുന്നത്. യെസ്, ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശിവൻകുട്ടി എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. ശ്രീ ശിവൻകുട്ടി പോത്തങ്കോട് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? പണിമൂല. അത് ശരി. ശ്രീ ശിവൻകുട്ടിയുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തെ കാണുന്നത്? സാർ, ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. സത്യസന്ധമായിട്ട് പറയാണ്, ആവശ്യമില്ലാത്തൊരു ചർച്ചയാണോ എന്നൊരു സംശയം. 350 സീറ്റ് കുറയാതെ NDA പിടിക്കും. അവരാണ് ഈ രാജ്യത്ത് ഗുണം ചെയ്ത അത്രയും. റോഡുകളായിരുന്നാലും പാലങ്ങളായിരുന്നാലും എയർപോർട്ടുകളായിരുന്നാലും എല്ലാ വികസനവും ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് അവർ ഇത്രയും നാളും. മോഷണമില്ല. ഇത് നമ്മളെ കണ്ടേ പറ്റൂ. അത് ഈ രാജ്യത്തെ ആളുകൾ മുഴുക്കോട്ടെ. കേരളത്തിൽ പലതും പറയും. വേറെ ഒന്നും പറയാനില്ല. സന്തോഷം. യെസ്, വളരെ വ്യക്തമാണ്. ശിവജി എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നു. നമുക്ക് തൃശ്ശൂരിൽ നിന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. ശ്രീ ശിവജി, എങ്ങനെയാണ് നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തുന്നത്? ശിവജിയുടെ ഒരു കണക്കുകൂട്ടൽ എന്താണ്? സാറേ, നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് പാർട്ടികളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവർ ഒത്തൊരുമിച്ച് നിൽക്കുന്നു, ചിലർ ഒറ്റയ്ക്ക് നിൽക്കുന്നു. എങ്ങനെ നിന്നാലും എന്റെ വ്യക്തമായ അഭിപ്രായം ഒന്നേ ഉള്ളൂ. പിണറായി വിജയനോ അതിനോടനുബന്ധപ്പെട്ട ഒരാളോ ഇന്ത്യയുടെയോ ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തിന് ഒരു ഉറുമ്പിനോൾ പോലും അർഹത ഉണ്ടാവരുത്. അതല്ലാതെ മറ്റാരിവിടെ ഭരിച്ചോട്ടെ, ആരെന്ത് ചെയ്തോട്ടെ, പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭരണം ഒരു പഞ്ചായത്തിൽ പോലും ഉണ്ടാവാൻ പാടില്ല. അത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ആയവർ കാണിച്ചു കൂട്ടിയെല്ലാം നമുക്കറിയാം. ഇത്രയും ദ്രോഹം പാർലമെന്റ് തെരഞ്ഞെടുപ്പല്ലേ? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അതെ സമ്മതിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു അർഹതപ്പെട്ട ഒരാള് പോലും പാർലമെന്റിലോ നിയമസഭയിലോ പഞ്ചായത്തിലോ ബ്ലോക്കിലോ പോലും വരാൻ പാടില്ല. വന്നാൽ രാജ്യം നശിക്കും, നാട് നശിക്കും. അവര് പറയുന്നത് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നാണ് അവരുടെ ഒരു വാദം. അത് വേറെ, ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല. ഇടതേ ഇല്ലല്ലോ, ഇവിടെ ഇടതേ ഇല്ലല്ലോ. അവരൊക്കെ മാറിപ്പോയില്ല. കോടികൾ സമ്പാദ്യമുള്ളവൻ എങ്ങനെ ഇടതുപക്ഷമാകും? കോടികൾ കട്ടുമുടിച്ചവൻ എങ്ങനെ ഇടതുപക്ഷമാകും? ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവന്റെ പക്ഷം എന്നല്ലേ അർത്ഥം? പാവപ്പെട്ടവന്റെ പക്ഷമാണോ അയാൾ? അല്ല. അതുകൊണ്ടാ പറഞ്ഞു, പിണറായിയുടെ കയ്യൊപ്പ് പറഞ്ഞ ഒരു ഉറുമ്പിനോളമുള്ള ഭരണം പോലും, ഒരു വാർഡിന്റെ ഭരണം പോലും ഇന്ത്യയിൽ ഇല്ലാതാവുന്ന ആ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇത് എന്റെ സ്വന്തം വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ. യെസ്, വ്യക്തമാണ് ഏതായാലും അഭിപ്രായം. കുഞ്ഞഹമ്മദ് എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. മേപ്പയ്യൂരിൽ നിന്നാണ് ശ്രീ കുഞ്ഞഹമ്മദ് വിളിക്കുന്നത് അല്ലേ? ശ്രീ കുഞ്ഞഹമ്മദിന് എന്ത് തോന്നുന്നു? നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മനുഷ്യനായി കാണുന്ന ഒരു സംവിധാനം വേണം. അതിന് ഇടതുപക്ഷവും കോൺഗ്രസും കൂടി ഇന്ത്യ ഭരിക്കണം. അല്ല, പക്ഷെ അവരെ ഒരുമിക്കുവോ? ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വ്യക്തമായ ആധിപത്യം രണ്ടാക്കുണ്ടാവും. ഒരു ഇടതുപക്ഷം പുറമേ നിന്ന് പിന്തുണ കോൺഗ്രസ് ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കുകയും ചെയ്യും. അതാണ് നമ്മളിപ്പോ കാണാൻ പോകുന്ന കാഴ്ച. ആരെന്ത് പറഞ്ഞാൽ ഈ സംവിധാനം ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നത് ഉറപ്പാക്കാൻ. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ഈ വിഷയം വളരെ ആഴത്തിൽ നമ്മൾ ചർച്ച ചെയ്തു. പല ആളുകൾക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉള്ളത്. അത് പ്രേക്ഷകർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഏതായാലും ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. NDAയുടെ ആത്മവിശ്വാസം ഏത് തരത്തിലായിരിക്കുന്നു 6ാം ഘട്ടത്തിലെത്തുമ്പോൾ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിന് NDAയുടെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമുണ്ട് എന്ന് 55% ആളുകൾ അവരുടെ അഭിപ്രായമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേസമയം 45% ആളുകൾ NDA പുറകോട്ട് പോകുന്നു, അവർക്ക് ആത്മവിശ്വാസം
ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഏതായാലും ഇന്നത്തെ ന്യൂസ് 18 പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി. മഴയാണ്